സുരേഷ് ഗോപി എഫക്റ്റ് നന്നായിട്ട് അങ്ങ് ഏറ്റു. സുരേഷ് ഗോപി എഫക്റ്റ് തൃശ്ശൂർ ജില്ലയിലെ LDFന് എത്ര വലിയ നേട്ടം ഉണ്ടാക്കി കൊടുത്തത്. കാരണം ഞാനങ്ങ് തൃശ്ശൂർ അങ്ങ് എടുക്കുക എന്ന് പറഞ്ഞു, എടുത്തിട്ട് എന്തോ ആക്കിയെന്നുള്ള ചോദ്യമാണ്. തൃശ്ശൂർ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് കെട്ടിവെച്ച കാശ് കിട്ടത്തില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് 2006 തൊട്ട് 2011 വരെയുള്ള BS മന്ത്രിസഭയിൽ ക്യാബിനറ്റിലുണ്ടായിരുന്ന ടീമാണ് ജോസഫ് ഗ്രൂപ്പ് ഇടതുമുന്നണിയുടെ കൂടെ. കേരള കോൺഗ്രസുകളുടെ ഏകീകരണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഇദ്ദേഹം മാണിൻ്റെ അടുത്ത് സംസാരിക്കുന്നു, ജോസഫിൻ്റെ അടുത്ത് സംസാരിക്കുന്നു. ഒരാൾ ശരിയാകുമ്പോഴത്തേക്ക് ഒരാൾ നേരെ റെഡി ആകുമ്പോഴത്തേക്ക് മറ്റേ ആൾ വടക്കോട്ടോ തെക്കോട്ടോ പോകും എന്നുള്ള രീതിയായിരുന്നു. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, ഇപ്രാവശ്യം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതലായിട്ട് CPM-ന് അനുകൂലമായിട്ട് മാറിയിട്ടുള്ള 2 ജില്ലകളാണ്. ഒന്ന് പാലക്കാടും അതോടൊപ്പം തന്നെ തൃശ്ശൂരും. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 4 സീറ്റ് മാത്രമാണ് UDFന് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഒന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള OJ ജനീഷ് കൊടുങ്ങല്ലൂരിൽ നിന്ന് വിജയിച്ചു. അതോടൊപ്പം തന്നെ സനീഷ് ജോസഫ് ചാലക്കുടിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു. പിന്നീട് തൃശ്ശൂരിൽ നിന്ന് ശ്രീ രാജൻ പള്ളൻ വിജയിച്ചു. പിന്നീട് 4ാമത്തേത് എന്ന് പറയുന്നത് ഇരിങ്ങാലക്കുടയിൽ നിന്ന് വിജയിച്ചിട്ടുള്ള ശ്രീ തോമസ് ഉണ്ണിയാടനാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയെ നമ്മളിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു മന്ത്രിയെ പരിഗണിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ആർക്കാണ് സാധ്യത? ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള 4 MLA-മാരിൽ സനീഷ് തോമസ് ഉണ്ണിയാടനും ഒഴിച്ച് ബാക്കിയുള്ളവർ 2 പേരും പുതുമുഖങ്ങളാണ്. രാജൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മുൻപരിചയമുണ്ട്. ഭരണരംഗത്ത് കോർപ്പറേഷൻ മേയറായിരുന്നു. അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സുരേഷ് ഗോപി എഫക്റ്റ് നന്നായിട്ട് അങ്ങ് ഏറ്റു. സുരേഷ് ഗോപി എഫക്റ്റ് തൃശ്ശൂർ ജില്ലയിലെ LDFന് എത്ര വലിയ നേട്ടം ഉണ്ടാക്കി കൊടുത്തത്. കാരണം ഞാനങ്ങ് തൃശ്ശൂർ അങ്ങ് എടുക്കുക എന്ന് പറഞ്ഞു, എടുത്തിട്ട് എന്തോ ആക്കിയെന്നുള്ള ചോദ്യമാണ്. തൃശ്ശൂർ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് കെട്ടിവെച്ച കാശ് കിട്ടത്തില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. വർഷം 2 ആയതേ ഉള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ജനങ്ങൾക്ക് അത്രയും മടുത്തു കഴിഞ്ഞിരിക്കുന്നു. കൊടുങ്ങല്ലൂർ സീറ്റിൽ എന്തുകൊണ്ടാണ് OJ ജനീഷ് ജയിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ സീറ്റ് 2020 കൊടുത്തു. എന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ മരുമോനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി. യഥാർത്ഥത്തിൽ അവിടെ BJPയുടെ ഒരു ഉറച്ച കേഡർ അവിടെ നിൽക്കുകയാണെങ്കിൽ അത് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അദ്ദേഹം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നതാണ്. B ഗോപാലകൃഷ്ണനോട് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 2 വർഷമായിട്ട് ആ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ്. കല്യാണത്തിനും മരണത്തിനും എല്ലാത്തിനും പോവുകയും എല്ലാ കാര്യങ്ങളും ഇടപെടുകയും അവിടുത്തെ എല്ലാ ശാഖാതല പ്രവർത്തനങ്ങളിലും ബന്ധപ്പെടുകയും ബൂത്ത് തല കമ്മിറ്റികളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം അവിടെ നിന്നിരുന്നെങ്കിൽ റിസൾട്ട് വേറെ ഒന്നാകുമായിരുന്നു. ഒന്നുകിൽ ഇടതുപക്ഷം രക്ഷപ്പെടും, അല്ലെങ്കിൽ BJP രക്ഷപ്പെടും. അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തെ ഗുരുവായൂരോട്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ചാക്കി കെട്ടിയിട്ട് അവിടെ കൊണ്ട് ഇറക്കിക്കൊണ്ട് ഇവിടെ ജനീഷ് ജയിച്ചു പോയി. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്, ചെറുപ്പക്കാരനാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം എങ്ങനെ ഫണ്ട് കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ധാരണയുള്ള ആളാണ്. അതുകൊണ്ട് MLA ഫണ്ടൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളൂ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം വയനാട് ഫണ്ടൊക്കെ കൈകാര്യം ചെയ്ത പരിചയമുണ്ട്. അല്ല, ഇവർ 3 കോൺഗ്രസ്സുകാരുമാണ്. 3+1 ഉണ്ണിയാടൻ മാത്രമാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ. തോമസ് ഉണ്ണിയാടനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം 96 അവിടെ ആദ്യമായിട്ട് സ്ഥാനാർത്ഥിയാവാൻ പറയുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എനിക്ക് കേരള കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് അറിഞ്ഞ പ്രകാരം അന്ന് ഇദ്ദേഹം അന്ന് യൂത്ത് കോൺഗ്രസ് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാവുന്നു, KSC കൂടെ കടന്നു വരുന്നു. SFIയും KSUവിനെയും ഒക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോളേജ് യൂണിയൻ ചെയർമാനാകുന്നു. അങ്ങനെയൊക്കെ വന്ന പക്ഷേ സൈലൻ്റ് അച്ചീവറാണ്. വലിയ ഒച്ചയും വിളിയൊന്നുമില്ല. കണ്ടിട്ടുണ്ടോ എവിടെ നിയമസഭയിൽ? നമുക്ക് നിയമസഭയിൽ ഇങ്ങനെ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അറിയത്തില്ല. ചീഫ് വിപ്പ് ആയപ്പോഴും അറിയത്തില്ല. ബഹളത്തിനോ കാര്യങ്ങൾക്കൊന്നുമില്ല. പുള്ളിക്ക് ഏൽപ്പിച്ച പണി കൃത്യമായിട്ട് ചെയ്യുക. MLA എന്നുള്ള രീതിയിൽ ഞാൻ ഒരു വർഷം 2013 അവിടെ താമസിച്ചിട്ടുണ്ട്. 2012 തൊട്ട് 13 വരെ ഒരു വർഷം അവിടെ താമസിച്ചിട്ടുണ്ട്. ആ സമയത്ത് പുള്ളി ചീഫ് വിപ്പ് ആയോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്നു എനിക്ക് തോന്നുന്നു. അല്ല, ചീഫ് വിപ്പ് ആയിരുന്നു പുള്ളി. ആണോ? ചീഫ് വിപ്പ് ആയിരുന്നു പുള്ളി. അപ്പം പുള്ളി അന്നോളെന്തായാലും MLA ആണ്. അവിടെ ആളുകൾക്കിടയിലൊക്കെ ഒരു മിതത്വം പാലിച്ചിരിക്കുന്ന സൗമ്യനായ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് പുള്ളി. 2010 കേരള കോൺഗ്രസ് ജോസഫ് മാണി ലയനത്തിന് എന്തോ ചുക്കാൻ പിടിച്ചും പുള്ളിയാണ്. അതെ, 2011 തുടക്കത്തിലായിട്ടാണ് അത് നടപ്പിലാവുന്നത്. അതായത് 2006 തൊട്ട് 2011 വരെയുള്ള BS മന്ത്രിസഭയിൽ ക്യാബിനറ്റിലുണ്ടായിരുന്ന ടീമാണ് ജോസഫ് ഗ്രൂപ്പ് ഇടതുമുന്നണിയുടെ കൂടെ. അതിന് മുമ്പും ഇടതുമുന്നണിയുടെ കൂടെയാണ്. മാണി ഗ്രൂപ്പ് ഐക്യജനാധിപത്യ മുന്നണിയുടെ കൂടെ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നേരെ തിരിച്ചുപോയി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. അപ്പം ഈ ജോസഫ് മാണി ഗ്രൂപ്പിനെ ഒരുമിപ്പിക്കുക എന്ന് പറയുമ്പം ഇത് വളരെ ഒരു സീക്രട്ട് ഓപ്പറേഷൻ ആയിരുന്നു. കേരള കോൺഗ്രസുകളുടെ ഏകീകരണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഇദ്ദേഹം മാണിൻ്റെ അടുത്ത് സംസാരിക്കുന്നു, ജോസഫിൻ്റെ അടുത്ത് സംസാരിക്കുന്നു. ഒരാൾ ശരിയാകുമ്പോഴത്തേക്ക് ഒരാൾ നേരെ റെഡി ആകുമ്പോഴത്തേക്ക് മറ്റേ ആൾ വടക്കോട്ടോ തെക്കോട്ടോ പോകും
എന്നുള്ള രീതിയായിരുന്നു. അപ്പോൾ അവരുടെ ഇടയിൽ ചർച്ച ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ പാർലമെൻ്ററി പാർട്ടി ലീഡർ സ്ഥാനം ഒരാൾക്കും പാർട്ടി ചെയർമാൻ സ്ഥാനം വേറെ ആൾക്കും. അന്ന് ഇന്നത്തെ പോലെ കുറേ ഡെപ്യൂട്ടി ചെയർമാന്മാരും മറ്റേതും മറിച്ചതും ഒന്നുമില്ല. ഇപ്പോൾ ഏകദേശം KPCCയുടെ പിന്നെ ഭാരവാഹികളുടെ ലിസ്റ്റ് പോലെയാണ് കേരള കോൺഗ്രസിൻ്റെയും. കുറേ ഭാരവാഹികളുണ്ട്. ആരൊക്കെ ഭാരവാഹികൾ എന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. എന്നാൽ അന്ന് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പാർട്ടി ചെയർമാൻ, അതിന് താഴെ പിന്നെ ബാക്കിയുള്ള പാർട്ടി ലീഡർ, പിന്നെ പാർലമെൻ്ററി പാർട്ടി ലീഡർ. അപ്പോൾ പാർലമെൻ്ററി പാർട്ടി ലീഡറായിട്ട് KM മാണി തുടരട്ടെ, പാർട്ടി ചെയർമാനായിട്ട് PJ ജോസഫ് വരട്ടെ എന്നുള്ള നിർദ്ദേശത്തോട് PJ ജോസഫിന് താല്പര്യമായിരുന്നെങ്കിലും അത് രണ്ടും വേണമെന്നുള്ളിടത്തും KM മാണി നിന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും ചർച്ച നടത്തുന്നു. അവസാനം പിന്നെ നമ്മുടെ ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിലെ പനക്കരച്ചൻ ഉൾപ്പെടെയുള്ളവരതിൽ ഇടപെട്ടിട്ടാണ് ഇവരെ രണ്ടുപേരെയും കൂടെ സംസാരിപ്പിച്ച് അവസാനം വർക്കിംഗ് ചെയർമാൻ സ്ഥാനം എന്നുള്ളത് മാണി പിന്നെ ഔസേപ്പച്ച ഇത് ഏറ്റെടുക്കുന്നു പറഞ്ഞ് അങ്ങനെ ഏറ്റെടുപ്പിച്ചു എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ള കഥകൾ, പിന്നാമ്പറ കഥകൾ. ഇതിൽ എത്രത്തോളം അതിന് സാക്ഷ്യം വഹിച്ചത് ഈ തോമസ് ഉണ്ണിയാടനാണോ? തോമസ് ഉണ്ണിയാടനാണ് ഇതിന് മുൻകൈ എടുത്തതെന്നാണ് നമ്മളോട് പറഞ്ഞു തന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളത്. തോമസ് ഉണ്ണിയാടിൻ്റെ നേതൃത്വത്തിലാണ്, കാർമ്മികത്വത്തിലാണ് ഇത് നടത്തുന്നുള്ളതാണ് നമുക്ക് പിന്നെ നമ്മോട് പറഞ്ഞു തന്നത്. ഇതിനകത്ത് ഇപ്പം ഈ വിഷയത്തിൽ ഇടപെട്ടതിനകത്തെന്ന് പറഞ്ഞാൽ പിന്നെ KM മാണി ജീവിച്ചിരിപ്പില്ല. നമ്മളോട് പറഞ്ഞു തന്ന ആളും പിന്നെ തോമസ് ഉണ്ണിയാടനും PJ ജോസഫും ഒക്കെ ഇവരോട് ഇപ്പോൾ പോയിട്ട് നമ്മളിപ്പോൾ ചോദിച്ചിട്ട് കൺഫേം ചെയ്യുന്നതിനകത്ത് അർത്ഥമില്ല. നമ്മൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ അവർ നിഷേധിച്ചോളൂ, മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പിന്നെ അങ്ങനെയാണ് ഈ UDF-നകത്തേക്ക് കൊണ്ടുവരുന്നത്. UDF-നകത്തേക്ക് അങ്ങനെ കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് പിന്നെ ജോസഫ് ഗ്രൂപ്പിനെ കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ്. അപ്പം കൊണ്ടുവന്നപ്പം കടുത്തുരുത്തിയും തൊടുപുഴയൊക്കെ ഇങ്ങ് പോന്നു. അങ്ങനെ കൊണ്ടുവന്നതുകൊണ്ട് കടുത്തുരുത്തിയും തൊടുപുഴയും പോന്നു. അതിന് പുറമെ പിന്നെ മറ്റേത് പിന്നെ മാണി ഗ്രൂപ്പ് തന്നെയായിരുന്നു, ഉണ്ണിയാടൻ മാണി ഗ്രൂപ്പിൻ്റെ ആൾ തന്നെയായിരുന്നു. അതുകൊണ്ട് അത് നല്ല UDF-ൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഈ 2 സീറ്റും കൊണ്ട് പോന്നപ്പോൾ എന്താ ഉണ്ടായത്? 72-68 UDF അധികാരത്തിൽ വന്നു 2011. അപ്പോൾ 2011 UDF മന്ത്രിസഭ അധികാരത്തിൽ വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒച്ചയും വിളിയും ഞാനിത് ചെയ്തു. PC ജോർജ് ആണെങ്കിൽ ഇത് പിന്നെ ചെണ്ട കൂട്ടി നാട് മുഴുവൻ എല്ലാം പറഞ്ഞു. ചെണ്ട കൂട്ടി ഇപ്പോൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ചെണ്ട കൂട്ടി എല്ലാവരോടും വിളിച്ചു പറഞ്ഞാൽ ഞാനാ ഉണ്ടാക്കിയ ഞാനാ രണ്ടുപേരും ഒരുമിപ്പിച്ചത്. ഈ മനുഷ്യൻ ഇത് ആരോടും പറഞ്ഞു നടക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അയാളാണ് അങ്ങനെ ഒരു 5 വർഷം ഭരണം UDF-ന് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിനുള്ള നന്ദി സൂചകമായി കുറച്ചു കാലം ചീഫ് വിപ്പ് സ്ഥാനം കൊടുത്തത് കൊണ്ട് തീരുന്നതാണോ ആ നന്ദി എന്നുള്ള കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം തുടർച്ചയായിട്ട് 6ാം തവണയാണ് അവിടെ നിന്ന് മത്സരിക്കുന്നത്. ഹാട്രിക് അടിച്ച ആളാണ്. പിന്നെ 6ാം തവണയോ അല്ല 7ാം തവണ ഹാട്രിക് അടിച്ച ആളാണ്. അതുമല്ല ഇത്തവണ ഈ പിന്നെ തൃശ്ശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലും ഭരണവിരുദ്ധ തരംഗം ഇല്ലാത്ത സമയത്ത് ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ആദ്യമായിട്ട് മത്സരിച്ച് വിജയിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നമ്മുടെ ഇദ്ദേഹമാണ്, നമ്മുടെ മുൻ മുഖ്യമന്ത്രി C അച്യുതമേനോൻ. 57-ലും 60-ലും അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് അദ്ദേഹം പിന്നെ പലരെയും പരാജയപ്പെടുത്തി വരുന്നു. അദ്ദേഹം പരാജയപ്പെടുത്തിയവരാരും നിസ്സാരക്കാരല്ല. അദ്ദേഹം പിന്നെ DYF-യുടെ നേതാവായിരുന്ന ടി ശശിധരൻ ഉൾപ്പെടെയുള്ളവരെ പരാജയപ്പെടുത്തി വരുന്നു. അങ്ങനെ വരുമ്പം സ്വാഭാവികമായും അവിടെ സീനിയോറിറ്റിയും, കാരണം ആ ജില്ലയ്ക്കൊരു മന്ത്രിയെ കൊടുക്കണമല്ലോ. ആ ജില്ലയിൽ നിന്ന് 4 പേരാണെങ്കിൽ 4 പേരിൽ നിന്നൊരു മന്ത്രിയെ കൊടുക്കണമല്ലോ. 2 പേര് പുതുമുഖങ്ങളാണ്, മന്ത്രിസ്ഥാനത്തിന് അർഹരല്ല. സനീഷും സെക്കൻഡ് ടേമാണ്. പിന്നെ അവർ കോൺഗ്രസിൽ നിന്ന് വേറെ മന്ത്രിമാർ ഇഷ്ടം പോലെ വരാനുണ്ട്. പക്ഷെ മുന്നണി മര്യാദ വെച്ചിട്ട് ഇവരെ സ്ട്രൈക്ക് റേറ്റ് വെച്ചിട്ടും, കാരണം അവർ മത്സരിച്ച സീറ്റുകളിൽ അവർ മത്സരിക്കേണ്ടിയിരുന്ന സീറ്റുകളും അവർ മറ്റവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തു. അവിടെ അവർ മത്സരിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു. അതിന് പുറമെ തന്നെ മത്സരിച്ച സീറ്റുകളിൽ ഒന്നൊഴിച്ച് ബാക്കി എല്ലായിടത്തും ജയിച്ചു. 7 സീറ്റിലും ജയിച്ചു. ആ 7 സീറ്റിൽ ജയിച്ച പാർട്ടിക്ക് എത്രയോ 103 സീറ്റ് ഉണ്ടാകുമ്പോൾ UDF-ന് 102 സീറ്റ് ഉണ്ടാകുമ്പോൾ 102 സീറ്റിനെ ഈ 21 മന്ത്രിസ്ഥാനം, പിന്നെ ചീഫ് വിപ്പ്, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ഈ 24-നെ കൊണ്ട് ഈ 102-നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 മന്ത്രിസഭയ്ക്കുള്ള അംഗീകാരം തീർച്ചയായിട്ടും ഇവർക്കുണ്ട്. സത്യത്തിൽ 7 അംഗങ്ങളുള്ള പിന്നെ കേരള 2 മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ട്. 2 മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ട്. പിന്നെ ഇവർ വെക്കാൻ പോകുന്ന ഫോർമുല എന്ന് പറയുന്നത് വേണമെങ്കിൽ PJ ജോസഫിനെ വല്ല ഭരണപരിഷ്കാര ചെയർമാൻ സ്ഥാനോ അങ്ങനെ എന്തെങ്കിലും ക്യാബിനറ്റ് കൊടുക്കാന്ന. ഇത്രയും കാലം അദ്ദേഹത്തിന് പിന്നെ ഉണ്ടാക്കിയെടുത്ത ഈ ആയുസിൽ എത്രയോ തവണ മന്ത്രിയായി, എത്രയോ തവണ ഏതെല്ലാം സ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് ഭരിച്ച ആളാണ്. അദ്ദേഹത്തെ അങ്ങനെ സ്ഥാനത്ത് കൊണ്ടുപോയിടുക എന്ന് പറഞ്ഞാൽ VS-നെ കൊണ്ടുപോയിട്ടത് ഭരണപരിഷ്കാര ചെയർമാനായിട്ട്. അവിടെ കൊണ്ടുപോയിട്ട് ഈ പിന്നെ ഒരു കൂട്ടിക്കൊണ്ടുപോയി അവിടെ അടച്ചിട്ടേക്കുക. പിന്നെ കാറും കിട്ടും, ഡ്രൈവറും കിട്ടും, ഭക്ഷണവും കിട്ടും, താമസവും കിട്ടും. അങ്ങനത്തെ ഗതികേട് പിന്നെ PJ ജോസഫിനില്ല. PJ ജോസഫിന് വയസ്സുകാലത്ത് അപ്പുവിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അല്ലാതെ പൊതുരംഗത്തിൽ ആ പാർട്ടിയുടെ ചെയർമാൻ എന്നുള്ള രീതിയിൽ സജീവമായിട്ട് നിൽക്കുകയൊക്കെ ചെയ്തുകൊണ്ട്
എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ ഭരണപരിഷ്കാര ചെയർമാനും എനിക്ക് നിങ്ങളുടെ ക്യാബിനറ്റ് റാങ്ക് ഒന്നും വേണ്ട, കാരണം അതിനേക്കാളൊക്കെ മേളിൽ നിന്നിരുന്ന ഇത് ജില്ലാ കളക്ടറെ പിടിച്ച് വില്ലേജ് പിന്നെ തഹസിൽദാരാക്കുകയാണെങ്കിൽ സഹിക്കാവുന്നത് വില്ലേജ് ഓഫീസറാക്കുന്നതിന് തുല്യമാണ്. അത്രയും ഡിഗ്രിയിൽ ചെയ്യുന്നത്. അപ്പം അതിലേക്ക് ഇദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം ഒരു അധികാരമോഹി എന്നുള്ള തെറ്റിദ്ധാരണയും കൂടെ വരും, അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ വരും, പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആക്ഷേപങ്ങൾ വരും. അപ്പം ചെയ്യേണ്ടത് എനിക്കത് വേണ്ട, ഞാൻ വിട്ടുവീഴ്ചയൊന്നുമില്ല, ഞങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനം വേണം, മോൻസനും തോമസ് ഉണ്ണിയാറിനെ മന്ത്രിയാക്കണം എന്നുള്ള നിർദ്ദേശത്തിലേക്ക് അവർ കേന്ദ്രീകരിക്കുക വേണ്ടി. ഇല്ല, അതല്ല, കാരണം വെച്ചാൽ രാജുബ അതിൻ്റെ വേറെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഇപ്പോൾ സനീഷിനെ മന്ത്രിയാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതോടൊപ്പം രാജംപടനെ മന്ത്രിയാക്കാനായിട്ടുള്ള സാധ്യത കുറവാണ്. പിന്നെ OJ ജനീഷിനെ ആക്കാനുള്ള സാധ്യതകളും നമുക്ക് ഒരിക്കലും കരുതാനാവില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ തൃശ്ശൂർ ജില്ല എന്നുള്ളൊരു മന്ത്രി എന്നുള്ള രീതിയിൽ മുൻപോട്ട് വെക്കാൻ സാധിക്കുന്ന ഒരാൾ തോമസ് ഉണ്ണിയാടൻ മാത്രമാണോ? അത് തന്നെയും പറഞ്ഞേ, തൃശ്ശൂർ ജില്ലയെ പ്രതിനിധീകരിച്ചൊരു മന്ത്രി ഉണ്ടാവണം. ആ മന്ത്രി തോമസ് ഉണ്ണിയാടനാണ് ആവാൻ ഏറ്റവും യോഗ്യൻ. അതോടൊപ്പം കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ അവർക്ക് 2 മന്ത്രിസ്ഥാനം അവകാശപ്പെട്ടതാണ്. അവർക്ക് ഇവരുടെ ഔദാര്യമല്ല, അവർക്ക് അർഹതപ്പെട്ടതാണ് 2 മന്ത്രിസ്ഥാനം 7 MLA ഉണ്ടാകുമ്പോൾ. ആ 7 MLA അതോടൊപ്പം തന്നെ അവർ മുമ്പ് മത്സരിച്ചിരുന്ന സീറ്റുകൾ അവർ വിട്ടുവീഴ്ച ചെയ്തു, അവർക്ക് അനുവദിച്ച സീറ്റ് അവർ തിരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ച ചെയ്തു. അങ്ങനെയൊക്കെയുള്ള സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് 7 MLA ഉണ്ടാകുമ്പോൾ അവർക്ക് 2 മന്ത്രിസ്ഥാനം ക്ലെയിം ചെയ്യാൻ കൊടുക്കേണ്ടതാണ്. അതുമല്ല, അവർ പിന്നെ അവർ LDFൻ്റെ കൂടെ പോകാൻ അവസരം ഉണ്ടായിരുന്നു. അവർക്ക് LDFൻ്റെ കൂടെ വേണമെങ്കിൽ അവർ പോയിട്ടില്ല. അവർ കാരണം LDFൻ്റെ കൂടെ അവരും കൂടെ പോയിരുന്നെങ്കിൽ അവർക്ക് പിന്നെ കഴിഞ്ഞ തവണ തന്നെ ഇടക്കാലത്ത് വെച്ച് തന്നെ വിജയത്തിന് ശേഷമാണെങ്കിൽ തന്നെ അവർ 2 MLA ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോലും PJ ജോസഫിന് മന്ത്രിസ്ഥാനമൊക്കെ അവർ കൊടുക്കുമായിരുന്നു LDFൻ്റെ കൂടെ പോയാൽ. കാരണം ഇപ്പുറത്ത് UDF ദുർബലമാകട്ടെ എന്ന് എഴുതിയിട്ട്. പക്ഷെ നഷ്ടം വന്നാലും ലാഭം വന്നാലും UDFൻ്റെ കൂടെ ഉറച്ചു നിൽക്കുക എന്നുള്ള വളരെ നന്ദി നിറഞ്ഞ ഒരു നിലപാട് സ്വീകരിച്ച ഒരു പാർട്ടിയോട് തിരിച്ചു നന്ദി കാണിക്കേണ്ടത് അവർക്ക് 2 ക്യാബിനറ്റ് റാങ്ക് കൊടുത്തുകൊണ്ടാണ്. അത് 2 മന്ത്രിസ്ഥാനമായിരിക്കണം, അല്ലാതെ ചീപ്പ് ഇപ്പം മറ്റേതും മറിച്ചതൊക്കെ കൊണ്ടുപോയി കൊടുക്കാതെ എന്തെങ്കിലും ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി വകുപ്പ്, പിന്നെ അതേപോലെ തന്നെയുള്ള വകുപ്പുകളും മൃഗസംരക്ഷണ വകുപ്പ് തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ, അങ്ങനെയുള്ള വനം വകുപ്പ്, അങ്ങനെയുള്ള പിന്നെ വകുപ്പുകൾ കൊടുത്തുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ 2 ക്യാബിനറ്റ് മന്ത്രിമാരെ പ്ലേസ് ചെയ്യാണ് വേണ്ടത്. അതിൽ തന്നെ വലിയ ഒച്ചയും വിളിയും ബഹളമൊന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും എപ്പോഴും ഏറ്റവും വലിയ ഈ സൈലൻ്റ് അച്ചീവേഴ്സ് എന്ന് പറയുന്ന വാക്ക് അതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. അവരെന്താണെന്ന് വെച്ചാൽ നേട്ടങ്ങൾ അവർക്ക് കൊയ്യാനറിയാം, അതുകൊണ്ട് തന്നെ അവർ ഒച്ചയും വിളിയും ഉണ്ടാക്കി നടക്കത്തില്ല. ഇത് ഒന്നിനും പറ്റാത്തവനാണ് ഭയങ്കര ബഹളം ഉണ്ടാക്കി നടക്കുക. കാരണം എന്ന് വെച്ചാൽ അവൻ ഈ ബഹളം ഉണ്ടാക്കിയിട്ടേ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ അവനൊരു അച്ചീവ്മെൻ്റ് ഉണ്ടാവില്ല. അപ്പം ആ രീതിയിൽ തോമസ് ഉണ്ണിയാടനൊക്കെ ഒരു മികച്ച അച്ചീവറായിട്ട് മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ തോമസ് ഉണ്ണിയാടന് 1 മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിലൂടെ തോമസ് ഉണ്ണിയാടനോട്, തൃശ്ശൂർ ജില്ലയോട്, കേരള കോൺഗ്രസ് ജോസഫ് എന്ന അവരുടെ കൂടെ അടിയുറച്ചു നിന്ന പാർട്ടിയോട് UDF ചെയ്യുന്ന ഏറ്റവും വലിയ മാന്യതയും കാവ്യനീതിയുമായിരിക്കും അത് എന്ന് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം.